പിതാവേ അവരുടെ ആത്മാവിനെ ശാന്തി കിട്ടരുത്. സംഭവിച്ചു അവൻ എന്തായാലും മരിച്ചവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് മാമൻ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല. എന്നാലും മാമൻ പറയാം. മാമന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എനിക്കൊപ്പം നെഗറ്റീവ് ചിന്താഗതി മാറ്റ്. അതല്ല ഉദ്ദേശിച്ചത്. മാമ ഉദ്ദേശിച്ചത് അറിയാമോ? അവരെന്തായാലും മരിച്ചു. എനിക്ക് വേറൊരു കല്യാണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴോ? അപ്പൊ പിന്നെ എപ്പോഴും ഈ 2 ദിവസം നീ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇന്ന് തന്നെ മരിക്കാൻ കൊണ്ടല്ലോ 1-ാം തീയതി. നാളെ ഇറങ്ങിയത് ഒക്ടോബർ 2. നാളെ കിട്ടത്തില്ല. മറ്റന്നാൾ നാളെ പൊളിച്ചാണ് തിരിച്ച് പൊളിച്ചാണ്. എനിക്ക് മനസ്സിലായില്ല ആരാണ്? ഞാൻ മെമ്പറാ. മെമ്പർ തന്നെ ഓണം മെമ്പറാണോ ക്രിസ്മസ് മെമ്പറാണോ? ഓണം മെമ്പർ ക്രിസ്മസ് മെമ്പറല്ല, പഞ്ചായത്ത് മെമ്പർ. ഞാനിവിടെ ഇല്ലാതെ ഞാൻ ഡൽഹിക്ക് പോയതാ. അത് ഇതിന്റെ സഞ്ചാര ദിവസം ഡൽഹിക്ക് പോകുന്നത്. ഇന്ന് തന്നെ ഡൽഹിക്ക് പോകുന്നത്. ഇഡ്ഡലി എല്ലാം ഡൽഹിക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പോയതാ. അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് പുത്തൻ ചത്തു. അപ്പൊ തന്നെ ഒരു കള്ളവണ്ടി കയറി പാലക്കാട് കള്ളുവണ്ടി കയറി അങ്ങനെ ആട്ടെ. ഈ കുട്ടൻ എങ്ങനെ ചത്തത്? ഉത്തരം മുട്ടി മരിച്ചു. ഉത്തരം മുട്ടിയാണ് മരിച്ചത്. ദൈവം എല്ലാ ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ ഉത്തരം മുട്ടി മരിച്ചത്. അങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചു ഉത്തരം മുട്ടി മരിച്ചെന്നല്ല പറഞ്ഞത്. ഈ പുള്ളി വന്നിട്ട് പുളിസയെ കാണാൻ കയറുകയാണ്. അപ്പൊ ഇത് ഇവര് കണ്ടു, വീട്ടുകാർ കണ്ടു. പുള്ളി എത്താണ്ട് വിളിച്ചു ഈ പുള്ളിയുടെ താഴെ ഉത്തരത്തെ കഴിച്ചു. ഉത്തരം മുട്ടി അവിടെ നിന്ന് മരിച്ചു. അതെ, ഈ മരിച്ചയാൾ ആരായിട്ട് വരും? വേറെ സുഹൃത്താണ്. സുഹൃത്ത് പിന്നെ അവിടെ ഒരു മാമനൊക്കെ ആയിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. തന്നെയല്ല ഈ പുള്ളിയാണ് എനിക്ക് വിഷം അടിച്ചത്. വിഷം അടിച്ചിട്ടുണ്ട്. വിഷം ഓ വിസ. അതിനാണ് ഈ വിഷം വെട്ടാൻ. എങ്ങോട്ടുള്ള വിഷം? ഗൾഫിൽ പോണേ. ഗൾഫിൽ എന്ത് ജോലി? പണക്കാരൻ. അതേപോലെ നിങ്ങളെന്നെ എത്തിയാണ്. ഈന്തപ്പനയില്ലേ? അതിനൊരു കുരുമില്ലേ? ഈന്തപ്പഴത്തിനുണ്ടാകുന്ന ഈന്തപ്പഴത്തിന് കുരുവുണ്ട്. ഈന്തപ്പഴം. അതിന് ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ? ഉണ്ട്. ആ കുരു അതിനെ നിറയ്ക്കാൻ എങ്ങനെ? ഈന്തപ്പഴമില്ലേ? ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ? ഉണ്ട്. ആ കുരു അതിനകത്ത് നിറയ്ക്കാൻ. ഓൾറെഡി ആ കുരു അതിന്റെ അകത്തുള്ളതല്ലേ? അതിനെ നിറയ്ക്കുന്നതാണ്. ഇപ്പൊ നിറത്തോണ്ടിരിക്കുന്ന ആളെ നീങ്ങിൽ വരും. ഇനി ഞാൻ എത്ര കൊടുത്തു? 2 ലക്ഷം രൂപ മിസ്സായിക്ക് കൊടുത്തു. അങ്ങനെയല്ല, അറബി പണ വെട്ടി നിന്നെ തല്ലി. 2 ലക്ഷം രൂപ. മഹാഭാവി ആ പാവത്തിന് കയ്യിൽ 2 ലക്ഷം രൂപ മേടിച്ചിട്ട് ബുദ്ധിയിരിക്കുമല്ലേ? ചേച്ചി, ശാന്തേച്ചി, പോട്ടെ ചേച്ചി. ഇപ്പൊ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പിന്നീട് സുഖം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. അയ്യോ അതല്ല, ഉത്തരം മുട്ടിയാണല്ലോ മരിച്ചത്. അത് പഞ്ചായത്തിൽ പറഞ്ഞാൽ പൈസ കിട്ടത്തില്ല. ഈ ഓടം മാറാൻ കയറിയപ്പോ ഓടന്ന് തന്നെ താഴെ വീട് തല ഇടിച്ച് കത്തുന്നു പറഞ്ഞു കരുതി ഒരു 5000 രൂപ ഞാൻ മേടിച്ചു തരാം. അങ്ങനെയാണ് ഞാനൊരു സംഭവം പറഞ്ഞ് പൊളിയിരിക്കും. അവിടെ ഒരു കാര്യം നടക്കത്തില്ല. അതെ, ഈ കുട്ടൻ മരിച്ച സ്ഥിതിക്ക് നമുക്കൊരു ഫ്ലെക്സ് വെക്കണ്ടേ? ഫ്ലെക്സ് അടിച്ച റോഡിൽ വെക്കാൻ ഇവിടെ അർജന്റീനയുടെ കളിക്കാരനാണോ? അതല്ല, സാധാരണ ഒരു നാട്ടു നടപ്പാണ്. ഒരാൾ മരിച്ച ഒരു ഫ്ലെക്സ് ഒക്കെ എഴുതി വെക്കും.
അദ്ദേഹം ഫോട്ടോ ഉണ്ട് ചോര്. ചേച്ചി ചേച്ചി കുട്ടനേട്ട ഫോട്ടോ വല്ലതും ഉണ്ടോ? അല്ല കല്യാണത്തിന് വല്ല ഫോട്ടോ? അല്ല നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? ചേച്ചി വേറെ മൂന്ന് ഈ കുട്ടൻ മരിക്കുന്നതിന് മുമ്പേ അവസാനമായിട്ട് എന്തെങ്കിലും പറഞ്ഞാർന്നോ? അങ്ങനെ സുഹൃത്തുക്കളാണല്ലോ. ഏത് സംഭവം പറഞ്ഞാൽ പിന്നെ ഇവിടെ നോക്കുന്നു. പുള്ളിക്ക് ക്യാമറ കാണുന്നുണ്ട് എന്നോട് പറഞ്ഞു. മനസ്സിലാവുന്നില്ല. എന്റെ നെറ്റി നോക്കി പിടിച്ചാൽ ക്യാമറ അഡനഗ്നമേനി നിന്നെ ഈ വായിക്കാത്ത കിടന്ന് കളിക്കണേ. ഇതിങ്ങനെയൊക്കെ ചെയ്യൂ. ഞാൻ പറഞ്ഞു എങ്ങനെ എന്തും ചെയ്യും. നിങ്ങൾ പറഞ്ഞേ അഡനഗ്നമേനി ക്യാമറ. ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോയി. എവിടെ? ഞങ്ങൾ മദ്രാസിൽ ഒന്ന് പോയി. അന്ന് പുള്ളിക്ക് പോലെ ശാസ്ത്രപുള്ളി വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അന്ന് പിന്നെ ഞാൻ പോയിട്ട് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു പുള്ളിക്ക്. അപ്പൊ ക്യാമറ എടുക്കാന്ന് പറഞ്ഞ എന്ത് ചെയ്യും? പുള്ളി വാങ്ങി വെച്ചു പോയി. മരിച്ചുപോയി. പറഞ്ഞിട്ട് അന്നേരം ആഗ്രഹമായിരുന്നു എപ്പോഴും ഈ ക്യാമറ കാണുന്നത് പറയുമ്പോൾ മരിച്ചുപോയി. പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കേസില്ല. അല്ല എന്താ പറഞ്ഞേ? അല്ല ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്താ പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞു? ഇല്ല ചേട്ടൻ എന്തോ കാണുമെന്ന് പറഞ്ഞായിരുന്നു. ശാന്തേച്ചി പുള്ളിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ക്യാമറ കാണണമെന്നൊരു ആഗ്രഹം. കുട്ടൻ മരിച്ചു. കുട്ടൻ മരിച്ചെങ്കിലും കുട്ടൻ ആത്മാവ് വീടിന് വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ആത്മാവിന്റെ ബോധനുണ്ട്. ക്യാമറ കണ്ടിട്ട് പോട്ടെ. അവിടെ ആത്മാവിനെങ്കിലും ശാന്തി ലഭിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും അവിടെ ഓക്കെയാണ്. നിങ്ങൾ മനസ്സ് തണുത്തിട്ടുണ്ട്. അതെ നമുക്ക് കുഴിച്ചിടാനുള്ള പരിപാടി നടക്കാനുള്ള പരിപാടി നേരത്തെ നേരമായില്ലേ ഓടിയെടുക്ക
അവിടെ ഇരിക്കും. അവിടെ വെച്ചേര് ചീഞ്ഞ് നാറട്ടെ.